വല്ലാത്തൊരവസ്ഥയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇനിയുള്ള മത്സരങ്ങളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാണേണ്ടി വരിക. കാരണം നമ്മുടെ അവസ്ഥ എന്ന് പറയാൻ വളരെ മോശമായി കഴിഞ്ഞു എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ സീസൺ ഏതാണ്ട് ഓവറായി എന്ന് പറയാനുള്ള കാരണം, നമ്മുടെ അറ്റാക്കിങ്ങിൽ നമ്മുടെ ഗോളടി യന്ത്രം ദിമിട്രോസ് ഡയമൻഡക്കോസ് ഒറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അറ്റാക്കിംഗ് മുന്നേറ്റ നിരയിൽ നിന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് പന്ത് കിട്ടാതെ വലയുന്നൊരു കാഴ്ചയാണ് കഴിഞ്ഞ 2 മത്സരവും നമുക്ക് കാണാൻ സാധിച്ചത്. ലൂണയുള്ള സമയത്തും പെപ്രയുള്ള സമയത്തും കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാനും അദ്ദേഹത്തിന് പന്തെത്തിച്ച് നൽകാനും കൃത്യമായി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഗോളടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പെപ്ര കൂടി പോയതോടെ ആ ഒരു പ്രതീക്ഷ അസ്തമിച്ചിരിക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ 2 മത്സരം കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം ആ ഒരു അറ്റാക്കിംഗ് തേർഡിൽ തീർച്ചയായിട്ടും ഒറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് സപ്പോർട്ട് നൽകാനോ കൃത്യമായി പന്തെത്തിച്ച് നൽകാനോ അദ്ദേഹത്തിന് ആ ഒരു അറ്റാക്കിംഗ് തേർഡിൽ മികച്ചൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയ താരങ്ങൾ ആരും തന്നെ ഇപ്പോൾ ടീമിലില്ല എന്ന് കൃത്യമായി പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കളി കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം ശരിക്കും അവിടെ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇനി ഗോളടിക്കാൻ എത്രമാത്രം സാധിക്കുമെന്ന് കണ്ടറിയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് എല്ലാം നശിക്കുന്നൊരവസ്ഥ തന്നെയാണ് ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം കാണാൻ പോകുന്നത്. ഏതായാലും ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ്. മികച്ചൊരു സീസൺ ആകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ച ഈ ഒരു സീസൺ ഇത്രമാത്രം ഇഞ്ചുറിയിൽ വലഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് വീണു പോകുക എന്ന് പറഞ്ഞാൽ കളിക്കാൻ ആളില്ല, അറ്റാക്കിങ്ങിൽ കളിക്കാൻ ആളില്ല. കൃത്യമായി പറഞ്ഞാൽ അറ്റാക്കിങ്ങിൽ കളിക്കാൻ ആളില്ലാത്തൊരവസ്ഥ തീർച്ചയായിട്ടും ദയനീയമായൊരു കാഴ്ച തന്നെയാണ്. പെപ്രയുടെ ഈ ഒരു മടക്കം ബ്ലാസ്റ്റേഴ്സിനെ ശരിക്കും എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. അത്ര മികച്ച രീതിയിൽ അദ്ദേഹം കളിച്ചു വരികയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് പിന്നിൽ പോയി കഴിഞ്ഞാൽ ഇനി എങ്ങനെ തിരിച്ചു വരുമെന്ന് ഒരു പിടിയുമില്ല. കാരണം ആരാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോളടിക്കാൻ പോകുന്നത്? അതൊരു വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ബോൾ കിട്ടാതെ വലഞ്ഞ് കളിക്കുന്ന ദിമിട്രോസ് ഡയമൻഡക്കോസ് ആണോ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇനി ഗോളടിക്കാൻ പോകുന്നത്? അതൊരു ചോദ്യചിഹ്നമായി മാറും. വരും മത്സരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കാണാൻ സാധിക്കുകയും ചെയ്യും.